ഹലോ ഗേസ് സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ റൗണ്ട് 2 ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 3യുടെയും ഗ്രൂപ്പ് 4യുടെയും മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഗ്രൂപ്പ് 3യിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൗട്ടിന്റെ ഒക്കെ ടീമായുള്ള വൈൽഡ് ഫാങ്സിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത്. എസ്പെഷ്യലി ട്രേസ് ഗോഡ് വേറെ ലെവൽ ഡോമിനേഷൻ ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മാച്ചിൽ സോളോ 12 ഫിനിഷസ് ട്രേസ് ഗോഡ് സ്വന്തമാക്കി ടീം ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മാച്ചിൽ ട്രേസ് ഗോഡ് സോളോ 8 ഫിനിഷസും സ്വന്തമാക്കി ആ ഒരു ഡോമിനേഷൻ ട്രേസ് ഗോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ BGISൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 3 മാച്ചുകൾക്ക് ശേഷം 47 പോയിന്റോടെ H1 പൊസിഷനിൽ തന്നെ വൈൽഡ് ഫാങ്സ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ടീം ഹോപ്പ് നിൽക്കുന്നതിന് 36 പോയിന്റ്. തേർഡ് പൊസിഷനിൽ നമ്മുടെ മല്ലു ഓർഗയുള്ള റോയൽ എംപറർ നിൽക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് കളിക്കുന്നത്. പക്ഷെ മല്ലു ഓർഗ ആണ് ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചത്. എക്സ്പെഷ്യലി ആ ഒരു മിറാമർ മാച്ചിൽ ഹണ്ടറിന്റെ ഒരു അടിപൊളി ക്ലച്ചും അതുപോലെ തന്നെ സാൻഹോക്കിൽ ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് ടീം എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 1v1 മിസ്സായിക്കൊണ്ട് ആ ഒരു ചിക്കണിന് അവർക്ക് നഷ്ടമായി. അങ്ങനെ 3 മാച്ചിൽ 36 പോയിന്റ് തേർഡ് പൊസിഷനിലും അവർ നിൽക്കുന്നുണ്ട്. ഇന്ന് ബാക്കി 3 മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഗ്രൂപ്പ് 4ന്റെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ സോറി സ്പോർട്സിന്റെയും ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 2 ചിക്കൻ ഡിന്നർ, അതായത് ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. മാച്ച് 2ല് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 3ല് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. അങ്ങനെ 3 മാച്ചിൽ 2 ചിക്കൻ ഡിന്നറോട് കൂടി 46 പോയിന്റാണ് സോറി സ്പോർട്സ് സ്വന്തമാക്കിയത്. സെക്കൻഡ് സ്നോയി ഫ്രീസ് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമായിക്കൊണ്ട് 32 പോയിന്റോട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. തേർഡ് റാക്കായി സ്പോർട്സ് നിൽക്കുന്നുണ്ട് 32 പോയിന്റോട്. 8ാം സ്ഥാനത്താണ് നമ്മുടെ T1 ടീമല്ല WSB നിൽക്കുന്നത് 17 പോയിന്റോട്. ഇവർക്കും ഇന്ന് 3 മാച്ചുകൾ ഉണ്ടാവും. അതിനുശേഷം നമുക്കറിയാം ഏതൊക്കെ ടീമുകളാണ് റൗണ്ട് 3യിലേക്ക് ക്വാളിഫൈ ആവുന്നത് എന്ന്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ സ്പോർട്സും കർണാടക ഗവൺമെന്റും കൂടിയും CS2യുടെ ഒരു ലാൻ ഇവന്റ് ബാംഗ്ലൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്കൈ സ്പോർട്സ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ലാൻ ഇവന്റ് CS2യുടെ അവിടെ ഗോഡ്സ്ട്രെയിൻ അതിന്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഒപ്പം 2.5 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ കറന്റ് CS2 എടുത്തു നോക്കുകയാണെങ്കിൽ ഗോഡ്സ്ട്രെയിൻ തന്നെയാണ് ആ ഒരു ഡോമിനേഷൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്കൈ സ്പോർട്സ് പുതിയൊരു ടൂർണമെന്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ നമുക്ക് ഫ്രീ ഫയർ മാക്സിന്റെ ഒരു പ്രോ ലീഗ് സ്കൈ സ്പോർട്സിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് ക്രിയേറ്റേഴ്സിന് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇവന്റ്. ഇത് നമുക്ക് ഫ്രീ ഫയർ ഒഫീഷ്യൽ ഇവന്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഫ്രീ ഫയർ ഒഫീഷ്യൽസിന് ഇൻസ്റ്റാഗ്രാം പേജും ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫയർ മാക്സിലായിരിക്കും ഈ ഒരു ഇവന്റ് വരാൻ പോകുന്നത്. മേ ബി ചിലപ്പോൾ നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യയുടെ എന്തെങ്കിലും ഹിന്റും നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. കാരണം ഫ്രീ ഫയർ ഇന്ത്യ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫോകളും ലീക്സുകളും ഒക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അത് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെവനന്റ് എക്സ്പാർക്ക് ദ ബ്രൗഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഗെയിമിൽ പുതിയൊരു ലൈനപ്പ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ചിലപ്പോൾ T1 ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവർ മാത്രമേ ആ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ ലൈനപ്പ് കൊണ്ട് നടക്കുന്നുള്ളൂ. അതിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരാനിരിക്കുന്നത് നമുക്ക് RMTXനെ അതിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചറും NRAയും കണ്ടക്ട് ചെയ്യുന്ന സിഗ്നേച്ചർ മാസ്റ്റർ സീരീസ് 30,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീമുകൾക്ക് വേണ്ടി മാത്രം ഓർഗനൈസ് ചെയ്ത ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമ്മളെ LH ഒഫീഷ്യൽസിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിത്ത് ഒഫീഷ്യൽസിനൊക്കെ തീർത്തുകൊണ്ട് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് LH ഒഫീഷ്യൽസ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ അഫു സോളോ 6 ഫിനിഷസ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ഇതിൽ നമ്മളുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. മാച്ച് 1ൽ 7ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്ത് 1 ഫിനിഷസുമായിട്ട് നമ്മുടെ വൊമെക്സിന്റെ പിള്ളേരായിരുന്നു നമ്മളെ ജൂനിയർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 2ല് റാവൻ ഷാർപ്പിന്റെ വക 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മാച്ച് 3ലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൽ സ്പോർട്സ് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ഇവിടെ നമ്മളെ ഷാഡോയുടെ ടീമായുള്ള കാലിപ്സ് അവന് 15 ഫിനിഷസോട് കൂടി ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഷാഡോയും ടീം സോളോ 6 ഫിനിഷസ് സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ സെർവിയുടെ ടീമിന്റെ വക 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഡേ 1 അവസാനിച്ചപ്പോൾ റാവൻ ഷാർപ്പിന്റെ ടീം ആ ഒരു H1ൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഡിന്നറോട് കൂടി 54 പോയിന്റാണ് അവർ സ്വന്തമാക്കിയത്. സെക്കൻഡ് മിത്ത് സ്പോർട്സ് നിൽക്കുന്നുണ്ട് 50 പോയിന്റ്. തേർഡ് കാലിപ് 7 നിൽക്കുന്നുണ്ട് 41 പോയിന്റ്. 6ാം സ്ഥാനത്താണ് LHS ഒഫീഷ്യൽസ്
നിൽക്കുന്ന 28 പോയിന്റോട് 15ാം സ്ഥാനത്താണ് നമ്മളുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് നിൽക്കുന്നത് 11 പോയിന്റോട്. ഇന്ന് നമ്മളുടെ ആ ഒരു ടീം നല്ലൊരു കംബാക്ക് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട ഒരു മല്ലു ടീം അല്ലെങ്കിൽ മല്ലു പ്ലേയേഴ്സ് കളിക്കുന്ന ടീം തന്നെ ഇതിന്റെ ചാമ്പ്യന്മാരാവോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ വരുന്നത്. സിഗ്നേച്ചർ ഈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.